പാനൂർ മൊകേരി വള്ളങ്ങാട് സ്വദേശിനിയും കണ്ണൂർ സർവകലാശാല ഗസ്റ്റ് അധ്യാപികയുമായ ആദിത്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദിത്യയ്ക്ക് 28 വയസ്സായിരുന്നു. ആ പെൺകുട്ടിയുടെ ചിത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ആ സങ്കടമാണ് ഇപ്പോൾ ആ ചിത്രം കാണുമ്പോൾ തോന്നുന്നതും. ആദിത്യയെ ആൺസുഹൃത്തായ ശരൺ പൊതുസ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് CCTV ദൃശ്യങ്ങൾ പറയുന്നത്. ആ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തതായാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതോടെ ആദിത്യയുടെ ആൺസുഹൃത്തിന്റെ നേരെയായി ഓരോ ചോദ്യശരങ്ങളും എത്തുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ ഗസ്റ്റ് അധ്യാപികയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ മാനസിക സംഘർഷമെന്ന് പറയുന്നു. പൊതുമധ്യേ എല്ലാവർക്കും തിരിച്ചറിയാവുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലും ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു ജോലിയുള്ള യുവതി എന്ന നിലയിലും സ്വന്തം അഭിമാനത്തെ അവിടെ നശിപ്പിക്കുകയായിരുന്നു ആ ആൺ സുഹൃത്ത് ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആത്മഹത്യയിലേക്ക് പോയത് എന്നതുകൂടിയാണ് നിഗമനത്തിൽ പറയുന്നത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു ഈ അതിക്രമം നടന്നത്. യുവതിയുടെ സൗഹൃദത്തെ ചൊല്ലിയുള്ള സംശയമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതിയായ ശരണിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ആദിത്യയെ മർദ്ദിച്ചതായി ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. വിവാഹാലോചനയിലൂടെയാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത്. 10 മാസം മുൻപ് ശരണിന്റെ കുടുംബം ആദിത്യയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി എത്തിയിരുന്നു. എന്നാൽ ആദിത്യയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. അതിനെ തുടർന്ന് വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയുമായിരുന്നു. ഇതിനുശേഷം വീട്ടുകാരറിയാതെ ഇരുവരും സൗഹൃദം തുടർന്നുപോയതായി തന്നെ പോലീസ് അന്വേഷണത്തിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തു. ആദിത്യയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് പുറമെ ഇയാൾ മാനസികമായും അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസ് ഇപ്പോൾ തെളിവുകൾ സഹിതം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. ഇതിനെ തുടർന്നുള്ള വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുന്നത്. ആദിത്യയെക്കുറിച്ച് മോശമായ രീതിയിലുള്ള സന്ദേശങ്ങൾ ശരൺ യുവതിയുടെ ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് അയച്ചിരുന്നു. ഈ സൈബർ അധിക്ഷേപവും മർദ്ദനമേറ്റതിലുണ്ടായ കടുത്ത മാനസിക വിഷമവുമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ജൂൺ 14 ആദിത്യയെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യ ശ്രമിക്കുന്ന നിലയിലാണ് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് യുവതി മരണത്തിന് കീഴടങ്ങിയത്. സംഭവത്തിൽ പാനൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. പ്രതി ശരണിനെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് നോക്കുന്നത്. ഫോണിൽ തന്നെ മതിയായ തെളിവുകൾ ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ വിശ്വാസവും.